തൃശൂർ എരുമപ്പെട്ടി UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിൽ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. ഉദ്ഘാടകനായി എത്തിയ KPCC സെക്രട്ടറി ജോൺ ഡാലിയന്റെ സാന്നിധ്യത്തിലാണ് നേതാക്കൾ ഏറ്റുമുട്ടിയത്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഏത് സാഹചര്യത്തിലാണ് നേതാക്കൾ തമ്മിൽ, അണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായത്? ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. ഈ UDFന്റെ എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിനിടയിലാണ് ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ഇത് പ്രഖ്യാപിക്കുവാൻ അനുവദിക്കില്ലായിരുന്നു എന്നും അറിയിച്ചുകൊണ്ടായിരുന്നു ഈ വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള MM സലീം രംഗത്തെത്തിയത്. തുടർന്ന് ബഹളമുണ്ടായി. പിന്നീട് വാക്കേറ്റവും കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ സലീം ഈ വായിക്കാൻ വെച്ചിരുന്ന ഈ കടലാസ് ബലമായി പിടിച്ചെടുത്തുകൊണ്ട് ചുരുട്ടിയെറിഞ്ഞു. ഇതിനെ തുടർന്ന് മറ്റു നേതാക്കളും ഈ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. എന്തായാലും ഇത്തരമൊരു കൺവെൻഷൻ നടക്കുന്ന സമയം ഈ നേതാക്കൾ തമ്മിലാണ് ഇത്രയധികം അണികളെ മുന്നിലെത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിനെത്തിയ KPCC സെക്രട്ടറി ജോൺ ഡാലിയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരമൊരു സംഘർഷം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് KPCCക്ക് പരാതി നൽകുമെന്നാണ് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിൽ UDFന്റെ പല പരിപാടികളിലും നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ UDFന്റെ ഓഫീസിൽ ഉൾപ്പെടെ, അതായത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഇത്തരം സംഘർഷം കാരണം തലവേദനയിൽ തന്നെയാണ്. കാരണം പലതരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള ചേരിതിരിഞ്ഞുള്ള സംഘർഷവും ഒക്കെ UDFനെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. കാരണം K മുരളീധരനാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്കൊക്കെ വലിയ ഭീഷണി തന്നെയാണ് ഇത്തരത്തിൽ നേതാക്കൾ തന്നെ ചേരിതിരിഞ്ഞ് സംഘർഷം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അതായത് NDAയുടെ ഒക്കെ പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും തെരഞ്ഞെടുപ്പ് കൺവെൻഷനൊക്കെ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകുമ്പോഴും UDFന്റെ ഈ കൺവെൻഷനുകളിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം നേതാക്കൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതിനും ഒരു മങ്ങലേൽക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ ആ ഒരു പര്യടനം മുന്നോട്ട് പോകുന്നത്. KP മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.